അലർജിക് പേഷ്യൻസിന് പച്ചവെള്ളം കുടിക്കാമോ? നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ മിക്കവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ അസുഖമൊക്കെ മാറിയില്ലേ, ഇനി ഞാൻ പച്ചവെള്ളം കുടിച്ചോട്ടെ? കാരണം നമ്മളിപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന പേഷ്യൻസിനോട് ചെറു ചൂടുവെള്ളം കുടിക്കാനാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. കാരണം അതാണ് അവരുടെ രോഗത്തിന് കുറച്ചുകൂടി നല്ലത്. അപ്പം മിക്കവരുടെ ഒരു കൺസേൺ ആണ്, രോഗം മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ പച്ചവെള്ളം കുടിച്ചോട്ടെ. ഇപ്പം കുട്ടികളാണെങ്കിൽ അവരിപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കും. അപ്പം മാറി നിന്ന അസുഖം പിന്നീടും വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ മുതിർന്നവരാണെങ്കിൽ അവരിപ്പോഴും ഫ്ലാസ്കിൽ ചെറു ചൂടുവെള്ളം കൊണ്ടുകിടന്ന് അങ്ങനെ കുടിക്കുകയാണ് പതിവ്. അപ്പം ഏതാണ് ഈ അസുഖത്തിന് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ചെറു ചൂടുവെള്ളം, കോഷണം തന്നെയാണ്. ആയുർവേദത്തിൽ കോഷണം എന്ന് പറയും. ചെറു ചൂടുവെള്ളം തന്നെയാണ് നല്ലത്. കാരണം ഇപ്പൊ ആയുർവേദ വിധി പ്രകാരം നോക്കുവാണെങ്കിൽ അതിന്റെ ഇങ്ങനെയാണ് വിധി പറയുന്നത്: ദീപനം പാചനം കണ്ഡ്യം ലഘൂഷ്ണം ച വസ്തിചോദനം കാസാമ പീനസ് ശ്വാസ പാശുരിക്ഷു ച ശസ്യതേ. ഏറ്റവും നല്ലത് ഇപ്പം കാസം എന്ന് പറയുന്ന ചുമയുള്ളവർ, ആമം എന്ന് പറഞ്ഞ ദഹനം കറക്റ്റ് ആയിട്ടല്ലാത്തവർക്ക് ദഹിക്കാൻ വേണ്ടിയിട്ടും, പീനസ് എന്ന് പറഞ്ഞാൽ ഈ റൈനൈറ്റിസ് തന്നെയാണ് ആയുർവേദത്തിൽ പറയുന്നത്. മൂക്കിൽ നിന്നുള്ള ഒലിപ്പും അതേപോലെ കണ്ണുമൂക്ക് തൊണ്ട ചെവി ചൊറിച്ചിലൊക്കെ ഇതിനോട് അസോസിയേറ്റ് ആയിട്ട് വരുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പം നമ്മുടെ ഈ പുറം ഭാഗത്ത് ലാറ്ററൽ സൈഡിലായിട്ട് മിക്കവർക്കും വേദന പറയാറുണ്ട്. ഇവിടെയൊക്കെ സ്റ്റിഫായിട്ടൊക്കെ ഇരുന്ന് വേദന പറയാറുണ്ട്. അവർക്കും ഏറ്റവും നല്ലത് ചെറു ചൂടുവെള്ളമാണ്. അപ്പം അങ്ങനെ കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പം തൊണ്ടയിൽ ദീപനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറിനെ ഏറ്റവും കൂട്ടും. ഈ ആമത്വം അല്ലെങ്കിൽ കഫം കൂടുതലായി വരുന്നതാണല്ലോ ഈ രോഗങ്ങൾക്കൊക്കെ കാരണമാവുന്നത്. അപ്പൊ കഫത്തെ കുറയ്ക്കാനും നമ്മുടെ അഗ്നി, നമ്മുടെ ജഠരാഗ്നിയെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറിനെ എൻഹാൻസ് ചെയ്യാനും, കഫമൊക്കെ തൊണ്ടയ്ക്കിടെ ഇറങ്ങി വരുന്ന മിക്കവർക്കും തന്നെ ഉണ്ടാവാറില്ല. അപ്പൊ ആ കഫത്തെയൊക്കെ കളയാനും, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മൾ തൊണ്ടയിൽ സൗണ്ട്, കാരണം എന്താ അവിടെ ഒരു തൊണ്ടയ്ക്ക് ഒരു കാറിലുണ്ടാവും. അപ്പൊ അങ്ങനെ കാറിലുണ്ടാവാതിരിക്കാനും ഒക്കെ ഏറ്റവും, അതേപോലെ എന്താ പറയാ, ഡയബറ്റിക്സ് ആയിട്ടൊക്കെ ഏറ്റവും നല്ലത് തിളപ്പിച്ച് ചെറു ചൂടോടുകൂടി കഴിക്കുന്ന വെള്ളമാണ്. എന്നാൽ എപ്പോഴും ചൂടുവെള്ളം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെക്കൊണ്ടും സാധിക്കില്ല. നമുക്കത് എന്താ പറയാ, എപ്പോഴും ഇച്ചിരി ചൂടാറിയ വെള്ളം കുടിക്കാനായിരിക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത്. അപ്പൊ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ കഫക്കെട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിലും രാവിലെ തിളപ്പിച്ച് വൈകുന്നേരം വരെ ആ വെള്ളം കുടിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ചൂടുവെള്ളം തന്നെ കുടിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ദിവസം തിളപ്പിച്ച വെള്ളം പിറ്റേ ദിവസം ഇപ്പൊ തിളപ്പിക്കുമ്പോൾ ഒരു കലം വെള്ളമൊക്കെ ആയിരിക്കും തിളപ്പിച്ച് വെക്കുന്നത്, അത് 2 ദിവസത്തേക്കൊക്കെ കിട്ടും. അങ്ങനെ തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ചാലും ഇതേപോലെ തന്നെ കഫത്തെ കൂട്ടും. അപ്പൊ ഇങ്ങനെ നമ്മൾ തിളപ്പിച്ച് ഒരു കലം വെള്ളമൊക്കെ ആയിരിക്കും നമ്മൾ തിളപ്പിച്ച് വെക്കുന്നത്. ആ വെള്ളം തന്നെ അന്ന് കുടിച്ചു തീരാതെ പിറ്റേ ദിവസം യൂസ് ചെയ്താലും നമ്മുടെ ശരീരത്തിൽ ത്രിദോഷങ്ങളെ, വാതപിത്ത കഫങ്ങളെ കൂട്ടുവാനും അതിനോടനുബന്ധമായ ഈ പറയുന്ന രോഗങ്ങൾ ഉണ്ടാവുന്നത്, അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം നമുക്കുണ്ടാക്കും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാതെ അന്നന്ന് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെയോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമോ നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഏതൊരു ടോക്ക് എടുത്തു കഴിഞ്ഞാലും എല്ലാവരും പറയുന്ന ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് അത്ര നന്നല്ല. കാരണം ഇപ്പൊ എല്ലാ രോഗത്തിന്റെയും മാർഗമൊന്നുമല്ല ഈ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. നമുക്ക് കുടിക്കേണ്ടതായ കൃത്യമായ അളവ് നമുക്കുണ്ട്. ആ അളവിൽ നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കാനും നമ്മുടെ എന്താ പറയുക ഡീഹൈഡ്രേഷനെ മാറ്റാനും ഒരു ലിമിറ്റിൽ വേണം നമ്മൾ വെള്ളം കുടിക്കാനായിട്ട്. അങ്ങനെ വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്താ ആയുർവേദം പറയുന്നത്, ശ്ലേഷ്മ പിത്ത പ്രയാതി ച എന്നാ പറയുന്നത്. ശ്ലേഷ്മ പിത്തം അങ്ങനെ കഫവും പിത്തവും കൂടിയിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പൊ എല്ലാത്തിനും ഒരു എന്താ പറയാ കൃത്യമായ അളവ് നമുക്ക് വേണ്ട. എല്ലാ രോഗങ്ങൾക്കും വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളതല്ല, വെള്ളം കുടിക്കണം, ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം കുടിക്കുക. തണുത്ത വെള്ളം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന വെള്ളം, അങ്ങനത്തെ വെള്ളം, ടാപ്പ് വാട്ടർ, ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഈ അസുഖത്തിന് അതൊട്ടും നന്നല്ല. അതൊന്നും നമ്മൾ നിത്യേന ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ രോഗത്തിനെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും.